സാഗര പരിക്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ അഭിമാനപുത്രിമാർ കെ ദിൽന കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി, എ രൂപ പുതുച്ചേരി സ്വദേശിനി. ഇരുവരും നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാർ. പായ്വഞ്ചിയിൽ സമുദ്രപരിക്രമണം പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ വനിതാ ജോഡി. 3 സമുദ്രങ്ങൾ, എത്രയോ കാലാവസ്ഥാ മേഖലകൾ. 2 പേർ മാത്രമുള്ള ഒരു ക്രൂലോകം ചുറ്റാനിറങ്ങിയപ്പോൾ നാവികസേന ഇരുവർക്കും 4 വർഷത്തോളം കഠിന പരിശീലനം തന്നെ നൽകി. പായ്വഞ്ചി ഓടിക്കുക മാത്രമായിരുന്നില്ല, ചെയ്യാത്ത ജോലികൾ ഒന്നുമില്ലെന്ന് ദിൽനയും രൂപയും പറയുന്നു. തരണിയിലെ എഞ്ചിനീയറും ആശാരിയും കൊല്ലനും അടുക്കളപ്പണിക്കാരനും തൂപ്പുകാരനും എല്ലാം ഇവർ തന്നെ. ഉറക്കം ആഡംബരത്തിന് മാത്രം. യാത്രയിൽ തുടർച്ചയായി അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് വെറും അരമണിക്കൂർ മാത്രം. ബോട്ടിന് ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും ഞെട്ടിയുണരും. പായ്വഞ്ചിയുടെ ദിശ ശരിയാണോ? നാവിഗേഷൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ ആശങ്കകൾ എല്ലായ്പ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. മണിക്കൂറുകൾ ഇടവിട്ട് ഈ സംവിധാനങ്ങളെല്ലാം പരിശോധിക്കണം. അതിനാൽ അരമണിക്കൂർ വീതം ഉറങ്ങി ശീലിച്ചു. രാത്രിയിൽ കൂടുതൽ ജാഗ്രത വേണം. ചിലപ്പോൾ പോകുന്ന പാതയിൽ കപ്പലുകളുണ്ടാകാം. 3 കിലോമീറ്റർ ചുറ്റളവിൽ കപ്പലുണ്ടെങ്കിൽ പായ്വഞ്ചിയിലെ ഓട്ടോമാറ്റിക് അലാം മുഴങ്ങും. അപ്പോൾ വഴിമാറി പോകേണ്ടി വരും. ഇനി ഇവരുടെ യാത്രയെക്കുറിച്ചുള്ള ഒരു ചെറിയ ക്വിസിലേക്ക് നമുക്ക് കടക്കാം. യാത്ര ആരംഭിച്ച ദിവസം 2024 ഒക്ടോബർ 2. യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? ഗോവയിലെ INS മണ്ടോവിയിൽ നിന്ന്. സാഹസിക യാത്രയ്ക്ക് ഉപയോഗിച്ച പായ്വഞ്ചി INS V തരിണി. INS V തരിണി നിർമ്മിച്ചത് അക്വേറിയസ് ഷിപ്പ്യാർഡ്, ഗോവ. തരിണിക്ക് ആ പേര് വന്നത് ഒഡീഷ പുരുഷോത്തംപൂരിലെ താരാതരിണി ക്ഷേത്രത്തിൽ നിന്ന്. യാത്രയിലെ പ്രധാന പോയിന്റുകൾ നോക്കാം. ഭൂമധ്യരേഖ കടന്നത് ഒക്ടോബർ 16. യാത്രയിലെ ഒരു പോയിന്റായ ഓസ്ട്രേലിയയിലെ നവംബർ 9 കടന്ന മുനമ്പ്. ഓസ്ട്രേലിയയിലെ കേപ്പ് ലൂവിൻ. കരയിൽ നിന്ന് ഏറ്റവും ദൂരത്തുള്ള കടലിലെ പോയിന്റിൽ 2020 ജനുവരി 30 എത്തി. ആ പോയിന്റിന് പറയുന്ന പേര് പോയിന്റ് നിമോ. പോയിന്റ് നിമോ ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിൽ. പസഫിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ തെക്കേ അമേരിക്കയുടെ ഏത് മുനമ്പാണ് കടന്നത്? കേപ്പ് ഹോൺ. തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പായ കേപ്പ് ഹോണിനും അന്റാർട്ടിക്കയിലെ സൗത്ത് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾക്കുമിടയിൽ 800 കിലോമീറ്റർ വീതിയിലും 1000 കിലോമീറ്റർ നീളത്തിലും സ്ഥിതി ചെയ്യുന്ന നാവികരുടെ പേടി സ്വപ്നമായ മേഖല ഡ്രാക്ക് പാസേജ് അഥവാ ഡ്രാക്ക് ഇടനാഴി. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം. അടുത്തെങ്ങും കരയില്ലാത്തതും ശക്തമായ കൊടുങ്കാറ്റും പ്രവചനാതീതമായ കാലാവസ്ഥയും രാക്ഷസ തിരമാലകളും ഉള്ള ഈ മേഖലയെ വിളിക്കുന്നത് സമുദ്രസഞ്ചാരികളുടെ എവറസ്റ്റ് എന്നാണ്. ഏത് മേഖല? ഡ്രാക്ക് ഇടനാഴി. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഏത് മുനമ്പാണ് കടന്നത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ദിൽനയുടെയും രൂപയുടെയും പരിശീലകൻ ഗോൾഡൻ ഗ്ലോബ് റേസ് വിജയിച്ച അഭിലാഷ് ടോമി. ഉലകം ചുറ്റി വരാൻ എടുത്ത ദിവസം 238 ദിവസം. താണ്ടിയ ദൂരം 47,560 കിലോമീറ്റർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.